നിൽക്കുന്ന കരയെന്ന് പറഞ്ഞാൽ നടുഭാഗം കരയാണ്, നമ്മുടെ വള്ളമാണിത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ വള്ളക്കരയിലാണ്, അതായത് വള്ളത്തിന്റെ വീട്, വള്ളം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഡോക്ക് സിസ്റ്റം, കപ്പൽ കയറ്റുന്ന പോലെ തന്നെയാണ് നമ്മുടെ വള്ളം കയറ്റുന്നത്. അപ്പൊ അടുത്ത ഈ വള്ളത്തിന്റെ മെയിൻ അംഗമാണ് ഇവിടുത്തെ ഈ ഒരു ക്ലബിന്റെ നടുകണ്ട ക്ലബിന്റെ സെക്രട്ടറിയാണ്. തുഴയുന്നവരാണ് എൻ്റെ എഞ്ചിൻ തുഴച്ചിക്കാർ. പിന്നെ വള്ളത്തിൽ സ്റ്റിയറിംഗ് എന്ന് വേണേൽ പറയാം. ഇവിടെ 5 പേരുണ്ട് പങ്കായക്കാർ. അവരാണ് ഈ വള്ളം നിയന്ത്രിക്കുന്നത്. നേരെ പോകാനും ഇങ്ങോട്ടൊക്കെ തിരിക്കാനോ ഒക്കെ നിയന്ത്രിക്കുന്നവരാണ്. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര വള്ളമാണ് മത്സരിക്കാനുള്ളത്? മത്സരിക്കാൻ ഏകദേശം 10-30 വള്ളത്തോളം ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ കളി എന്ന് വെച്ചാൽ മൂലം വള്ളം കളി 400 വർഷത്തിൽ പഴക്കമുണ്ട്. 400 വർഷം രാജഭരണ കാലത്തുള്ള. ഇതാണ് വള്ളത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒറ്റ വശം, കൂമ്പെന്ന് പറയും നമ്മൾ ഫിനിഷിംഗ് ലൈനിൽ അതിന്റെ ഏത് ഭാഗം കവർ ചെയ്യുന്നു അവരാണ് വിജയി. ഇവിടെ ഇരിക്കുന്നവർ ഈ താളം കേട്ട് അവിടെ ഇട്ട് കൊടുക്കുന്ന തുഴ അതുപോലെ ഇങ്ങോട്ട് വരണം. ഒറ്റ സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ 1 തൊട്ട് 84 വരെ ഒറ്റ സെക്കൻഡിൽ ഒരേപോലെ തുഴയണം. 2 കരയ്ക്കൂടെ ഒരു വള്ളമായിരുന്നു പറഞ്ഞില്ലേ. ഏകദേശം 1927 അത് പിരിയുന്നത്, ആ കൂട്ട് പിരിയുന്നത്. 2 കരയ്ക്കും 2 വള്ളമായി. അപ്പം അന്ന് ഞങ്ങൾ ആറന്മുളയിൽ പോയി ഒരു പള്ളിയോടം കൊണ്ടുവന്ന് ഷേപ്പ് മാറ്റി ചൂണ്ടൻ ആക്കിയത്. അപ്പോൾ ആ വള്ളമാണ് 1927 തൊട്ട് ഇങ്ങോട്ട് കളിച്ചു വന്നത്. ആ വള്ളത്തിലാണ് നെഹ്റു ചാച്ചാജി പണ്ട് ആവേശം മുത്ത് ചാടി കയറിയത്. അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും നീളമുള്ള വള്ളം, ഏറ്റവും കൂടുതൽ ആൾ കയറുന്ന വള്ളം, ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച വള്ളം, അങ്ങനെ കുറേ റെക്കോർഡുകളുള്ളതാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലെല്ലാം തരംഗം വഹിക്കുന്ന വള്ളമാണ്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടൊരു വള്ളങ്ങളിൽ മുൻപന്തിയിലാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല, വള്ളങ്ങളിൽ ഇപ്പം ഇതിനു മുമ്പ് വള്ളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വള്ളത്തിന് ശേഷം ഒരു വള്ളം കാരിച്ചാലുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഇത് പറഞ്ഞിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ചെറുക്കുന്ന. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. യെസ്, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിൽ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പിന്നെയും ആലപ്പുഴയാണ്. എന്തുകൊണ്ട്? അപ്പൊ ഇന്നാണ് ആ ഒരു വള്ളംകളിയുടെ ഒരു വലിയൊരു ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ മൂലം ജലോത്സവം നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി കാണാം. അപ്പം ഇന്ന് നമ്മളെ കൂടെ കവിളിച്ചാട്ടുണ്ട്. അപ്പോൾ ചേട്ടനാണ് ബാക്കിയുള്ള വള്ളത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു. ചേട്ടാ, നിൽക്കുന്ന കരയെന്ന് പറഞ്ഞാൽ നടുഭാഗം കരയാണ്, നമ്മുടെ വള്ളമാണിത്. അതിനെപ്പറ്റി നമുക്ക് വള്ളം എന്താണെന്നോ അല്ലെങ്കിൽ മൂലം എന്താണെന്നോ ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ വള്ളക്കരയിലാണ്, അതായത് വള്ളത്തിന്റെ വീട്, വള്ളം റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇത് ഇങ്ങനല്ല വള്ളം. നമ്മൾ വള്ളം കയറ്റിയിട്ട് വെള്ളത്തിലാണ് കിടക്കുന്നത്. ഈ വെള്ളം കയറ്റിയിട്ട് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എഞ്ചിൻ വെച്ചിട്ട് വെള്ളം പറ്റിക്കും. അത് ഡോക്ക് സിസ്റ്റം, കപ്പൽ കയറ്റുന്ന പോലെ തന്നെയാണ് നമ്മുടെ വള്ളം കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വള്ളം ഈ വള്ളം അത് തന്നെ. അപ്പൊ അതുകൊണ്ട് വള്ളം ഇറക്കാൻ വേണ്ടി നമ്മൾ വെള്ളം കയറ്റുകയാണ്. ഡോക്ക് സിസ്റ്റം ആണ്, അത് കപ്പലിന്റെ സിസ്റ്റം തന്നെ. വെള്ളം കയറ്റുക, വള്ളം ഒരിക്കലും നമ്മൾ വലിച്ചു കയറ്റുന്നില്ല. നമ്മുടെ വള്ളത്തിന് ആ ഒരു ലെവലാണ്. പിന്നെ നമുക്ക് വള്ളം പരിചയപ്പെടുത്തും. ഇതാണ് കൂമ്പ് വള്ളത്തിൽ, അതായത് ഒറ്റത്തോല, അതായത് 1, 2, 3, 4 തുഴക്കാരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഈ ബാക്കിയുള്ള വള്ളപ്പണിയും ഷെഡൊക്കെ ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഇനിയിപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കളിക്ക് മുമ്പായിട്ട് വള്ളം വയ്ക്കുന്ന കരയ്ക്കായിരിക്കും. ഒരിക്കലും വള്ളം വെള്ളത്തിലല്ല, അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് വെള്ളം പറ്റിച്ച് കളയും. അപ്പോൾ ഒരിക്കലും വള്ളം നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ വള്ളത്തിന് അയവ് ഉണ്ടാകത്തില്ല, അപ്പോൾ അതിന് ഷെയ്ക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഡോക്ക് സിസ്റ്റം. അതാണ് ചുണ്ടൻ വള്ളം, സ്നേക്ക് ബോർഡ്. സ്നേക്ക് ബോർഡ്, ചുണ്ടൻ വള്ളം. അതിൻ്റെ ബേസ് വേണം. പിന്നെ എന്നെക്കാളും കൂടുതൽ ഇതിനെപ്പറ്റി ഈ ക്ലബ്ബുമായിട്ട് സഹകരിച്ചിരിക്കുന്ന നമുക്ക് കൂട്ടാൻ സാധിക്കും. എന്താണ് പേര്? അത് അപ്പൊ അടുത്ത ഈ വള്ളത്തിന്റെ മെയിൻ അംഗമാണ് ഇവിടുത്തെ ഈ ഒരു ക്ലബിന്റെ നടുകണ്ട ക്ലബിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ ചേട്ടന് ചോദിക്കാം, ഫാൻസിന്റെ. ഓക്കെ ചേട്ടാ, അപ്പൊ ഈ വള്ളത്തിന്റെ മറ്റു ബാക്കി ഡീറ്റെയിൽസ് എത്ര പേരാണ് ഇതിന്റെ ഈ തുഴയാനും കാര്യങ്ങളുള്ളത്? വള്ളത്തിൽ നമ്മൾ ഇരുന്ന് തുഴയുന്നവരുണ്ട്. ഇരുന്ന് തുഴയുന്നവരാണ് എൻ്റെ എഞ്ചിൻ തുഴച്ചിക്കാർ. പിന്നെ വള്ളത്തിൽ സ്റ്റിയറിംഗ് എന്ന് വേണേൽ പറയാം. ഇവിടെ 5 പേരുണ്ട് പങ്കായക്കാർ. അവരാണ് ഈ വള്ളം നിയന്ത്രിക്കുന്നത്. നേരെ പോകാനും ഇങ്ങോട്ടൊക്കെ തിരിക്കാനോ ഒക്കെ നിയന്ത്രിക്കുന്നവരാണ്. അത് ഈ ഭാഗത്താണ് നിൽക്കുന്നവരാ 5 പേര്. മറ്റേ നമ്മൾ 84 പേരാണ് തുഴച്ചിക്കാരിക്കുന്നത്. പിന്നെ അവിടെ നടുക്കൊരു സ്പേസ് ഉണ്ടോ, ഒരു പലക, അത് താളം കൊടുക്കുന്ന അവിടെ ഇടിപ്പലക. അവിടെ ക്യാപ്റ്റൻ അവിടെയാണ് നിൽക്കുന്നത്. അവിടെ അല്ല, താളം കൊടുക്കാൻ ഇടിയെന്ന് പറയുന്നത്. പിന്നുള്ളത് 7 പേര് നിൽക്കും, അല്ലെങ്കിൽ 5 പേര് അല്ലെങ്കിൽ 7 പേര് താളം കൊടുക്കാൻ. ആ ഭാഗത്തിന് മുന്നിൽ ഒരാൾ കാണും, മുന്നിലേക്ക് താളം കൊടുക്കാൻ അവിടെ ഒരാൾ. അതാണ് മെയിൻ ലീഡിങ് ക്യാപ്റ്റൻ. പിന്നെ ബാക്കിലോട്ടുള്ളവർക്കെല്ലാം ഈ ഇരിക്കുന്ന തുഴച്ചിക്കാർക്ക് പകത്ത് വേറെ താളക്കാരെ നിർത്തും. അപ്പൊ ഇവരെല്ലാം കൂടിയാണ് ഇവരെ ആഘോഷമാക്കി. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടി എത്ര നാളത്തെ പരിശ്രമം? ഈ ഒരു വലിയൊരു ശരിക്കും ഞങ്ങള് ശരിക്കും ഒരു
ഇപ്പൊ ഇവിടുത്തെ കളി എന്ന് വെച്ചാൽ മൂലം വള്ളം കളി 400 വർഷത്തിൽ പഴക്കമുണ്ട്. 400 വർഷം രാജഭരണ കാലത്തുള്ള. ശരിക്കും ഇവിടെ രണ്ട് കരയ്ക്കും കൂടി ഒരു വള്ളമായിരുന്നു പണ്ട് കാലത്ത്. ഏകദേശം 1927 മുതൽ ഇങ്ങോട്ടാണ് ഈ കരയ്ക്ക് വേണ്ടി ഒരു വള്ളം വന്നത്. അതിന് മുന്നേ വേറൊരു വള്ളം ഉണ്ടായിരുന്നു. ആ വള്ളം രണ്ട് കരയും ഓരോ വർഷം മാറി മാറി കളിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര വള്ളമാണ് മത്സരിക്കാൻ ഏകദേശം 30 വള്ളത്തോളം ഉണ്ട്. ഇപ്പൊ ഈ നമ്മുടെ IPL മാതൃകയിലൊക്കെ വള്ളം വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന 9 വള്ളങ്ങളാണ്. ഓക്കെ. അപ്പൊ അതിനു മുമ്പേ ഒരു ഇത് നടക്കും മത്സരം. ആ മത്സരത്തിൽ ആരാണ് ജയിക്കുന്നത് അല്ലേ? അവരിൽ നിന്ന് 9 പേരെ ആദ്യം വരുന്ന 9 സ്ഥാനക്കാരെ CBL മത്സരം എന്ന് പറഞ്ഞ നമ്മുടെ ക്രിക്കറ്റിൽ IPL അതുപോലെ അതിൽ മത്സരിക്കാൻ വേണ്ടി എടുക്കും. അപ്പൊ ഇതൊരു മത്സരം മാത്രമല്ല, ഇവിടത്തെ നാടിന്റെ വികാരം, നാടിന്റെ ഒരു ഉത്സവം മാത്രമാണ്. എന്ന് വെച്ചാൽ രണ്ട് കരക്കാർ രണ്ടല്ല ഈ പറയുന്ന 30 പേരും കപ്പിന് വേണ്ടി വരുന്നവരാണ്. അതിൽ നിന്ന് ഒരാൾ കപ്പടിക്കും. അതിൽ 4 പേര് ഫൈനലിൽ വരും, റണ്ണറപ്പ് ആവും. അങ്ങനെ അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വള്ളം, ചുണ്ടൻ വള്ളം. അപ്പൊ ഇതിനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചേട്ടൻ പറഞ്ഞു. ചേട്ടാ അതിലായിട്ടൊരു നമ്പർ പ്ലേറ്റും കാണും വള്ളങ്ങളെ തിരിച്ചറിയാൻ. ഓരോ വള്ളത്തിനും ഓരോ രജിസ്റ്റർ ചെയ്യുമല്ലോ. ഇപ്പം 10-30 വള്ളങ്ങൾ കളിക്കുവാണെങ്കിൽ അതിൽ ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് ഓരോ നമ്പർ ഉണ്ടാവും വള്ളങ്ങൾ. അതാണ് അവരുടെ വള്ളങ്ങളിലെ ഐഡന്റിറ്റി. പിന്നുള്ളത് ടീമിന് ഐഡന്റിറ്റി ഉണ്ട്, വള്ളത്തിന് പേരുണ്ട്. ഇതാണ് കൂമ്പ്. അപ്പം അവിടുന്ന് ഇവിടം വരെയാണ് അണിയം. ഇതിന് അണിയം എന്ന് പറയും. ചിലർ തലക്കൽ എന്ന് പറയും, കോട്ടയംകാരൊക്കെ തലക്കൽ എന്ന് പറയും, നമ്മൾ അണിയം എന്ന് പറയും, ചിലർ ചുണ്ടെന്ന് പറയും. അത് കൂമ്പ്. ഇവിടെയാണ് ഇതിന് ഒറ്റത്തുഴക്കാർ വരുന്നത്. 1, 2, 3, 4 പേര് ഒറ്റത്തുഴക്കാരാണ്. ഒരു വശത്തിന് ഒരു സൈഡിൽ നിന്ന് 2 വശത്തേക്ക് തുഴയാൻ പറ്റും ഒറ്റത്തുഴക്കാർ. ഇത്ര ഭാഗം എത്ര പേര് കാണും? ശരിക്കും ഇത്ര ഭാഗത്ത് ഇരിക്കാൻ പറ്റുന്നത് കാല് ഫ്രണ്ടിലോട്ട് നീട്ടിയാൽ ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റും. 4 പേർക്ക്. അവിടെയും ഇരിക്കാം. അതും ഒറ്റത്തുഴയാണ്. 6-ാം പടി വരെ ഒറ്റത്തുഴ. 7 വരെ വരും. അത് മുക്കണ്ണി എന്ന് പറയും. ആ ഭാഗം 2 സെപ്പറേറ്റ് ആണെന്നുണ്ട്. തുഴച്ചിക്കാർ സെപ്പറേറ്റ് ആണെന്ന് പറയാം. ഇവിടെ നിന്നോട്ട് മുക്കണ്ണി. ഇവിടെ തൊട്ട് 2 പേര് 2 സൈഡിലും ലെഫ്റ്റും റൈറ്റ് വരും. ഇത് തൊട്ടാണ് 2 പേര് സ്റ്റാർട്ട് ആവുന്നത്. അതെ. ഇവർക്കിടയിൽ മെയിൻ ആള് ലീഡിംഗ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആള് ഇവിടെ നിന്നിട്ട് മുക്കണ്ണി മുതൽ ഇങ്ങോട്ടാണ് മെയിൻ ലീഡിംഗ് ക്യാപ്റ്റൻ നിൽക്കുക. മെയിൻ താളക്കാരൻ. മൊത്തം ഒരു വള്ളത്തിൽ 2 ക്യാപ്റ്റൻ ഉണ്ട്. അല്ല, ലീഡിംഗ് ക്യാപ്റ്റൻ ലീഡ് ചെയ്യുന്നത്. അതായത് താളത്തിന്റെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ ഒരാളുണ്ട്, മെയിൻ ക്യാപ്റ്റൻ. അതിന്റെ പുറകിൽ പിന്നെ മറ്റു താളക്കാരുണ്ട്. ആ ലീഡിംഗ് ക്യാപ്റ്റൻ ഈ ഭാഗത്തേക്കും ചുണ്ട്, അണിയം, മുക്കണ്ണി, പിന്നെ പെട്ടിപ്പുറം എന്ന് പറയും. പെട്ടിപ്പുറം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതിന്റെ മെയിൻ എഞ്ചിൻ ഭാഗം വരുന്നത്. ഇവിടെ തുഴയുന്നവരുടെ പവർ കണക്കിരിക്കും വള്ളത്തിന്റെ ഗതി. അതായത് വള്ളം എത്ര സ്പീഡ് നീന്തണം എന്നുള്ളതിന്റെ അത് ഇവിടെ നിന്നാണ്. ഇവിടെ ഇരിക്കുന്നവർ ഈ താളം കേട്ട് അവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്ന തുഴ അതുപോലെ ഇങ്ങോട്ട് വരണം. ഒറ്റ സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ 1-ാം തൊട്ട് 84-ാം വരെ ഒറ്റ സെക്കൻഡിൽ ഒരേപോലെ തുഴയണം. അതിന് മാറ്റം വരുമ്പോഴാണ് വള്ളത്തിന്റെ ഗതി മാറും. അത് മാത്രമല്ല, ഈ ഒരു സൈഡിൽ മാത്രം തുഴ വീഴുവാണെങ്കിലും വള്ളം വെട്ടിപ്പോകും. 2 സൈഡിലും ഒരേപോലെ തുഴയണം. എങ്കിൽ മാത്രമേ വള്ളം നേരെ പോകും. ഇത് പെട്ടിപ്പുറം. പിന്നെ ഇവിടെയാണ് ഇടിയൻ എന്ന് പറഞ്ഞ ആളെ. ഒരാൾ ഇങ്ങോട്ട്, ഒരാൾ അങ്ങോട്ട് നോക്കി 2 പേര് ഇടിക്കുക. ആ ഓരോ ഇടിക്കുമാണ് താളം പറയാൻ. ഇതിന്റെ ഈ പലകയുണ്ട്, ഇതിനടി പാട്ടായിരിക്കും. ഇത് സൗണ്ട് കേൾക്കാൻ വേണ്ടി. ഓക്കെ. ഇനി ഇതിലോട്ട് ഇതെല്ലാം താളാട്ടുന്നത്. എന്താണ്? ഓരോ സ്ഥലത്ത് ഇരിക്കുന്നതിന് ഓരോ പൊസിഷനുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കുന്നവർ 2 കാല് നീട്ടി ആ ചവിട്ടില്ലേ, അതിൽ ചവിട്ടിയാണ് ഇരിക്കുന്നത് ബാലൻസിന് വേണ്ടി. ഇവിടെ ഇരിക്കുന്നവർ സൈഡിലിരിക്കും. പടിയലിരുന്നിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ചവിട്ടുന്നവരുണ്ട്, ഇങ്ങനെ ചവിട്ടുന്നവരുണ്ട്. എന്നിട്ട് കഴിയാണ്. അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളം ഇവർക്ക് വേണ്ടിയുള്ള കയറ്റത്തിലായാലും ഒരുപാട് റെക്കോർഡുള്ള വള്ളമാണ്. ഇതിന് പഴയ വള്ളത്തിന് റെക്കോർഡുണ്ട്, ഈ വള്ളത്തിന് റെക്കോർഡുണ്ട്. ഇത് ശരിക്കും 2015 ഇറങ്ങിയതാണ് പുതിയ വള്ളം. ഞങ്ങൾ ശരിക്കും 2 കരയ്ക്കൊരു ഒരു വള്ളമായിരുന്നു പറഞ്ഞില്ലേ. ഏകദേശം 1927 അത് പിരിയുന്നത്, ആ കൂട്ട് പിരിയുന്നത്. ഇപ്പോൾ 2 കരയ്ക്കും 2 വള്ളമായി. അപ്പം അന്ന് ഞങ്ങൾ ആറന്മുളയിൽ പോയി ഒരു പള്ളിയോടം കൊണ്ടുവന്ന് ഷേപ്പ് മാറ്റി ചൂണ്ടൻ വള്ളം ആക്കിയത്. അപ്പോൾ ആ വള്ളമാണ് 1927 തൊട്ട് ഇങ്ങോട്ട് കളിച്ചു വന്നത്. ആ വള്ളത്തിലാണ് നെഹ്റു, ചാച്ചാജി പണ്ട് ആവേശം മുത്ത് ചാടി കയറിയത്.
അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും നീളമുള്ള വള്ളം, ഏറ്റവും കൂടുതൽ ആൾ കയറുന്ന വള്ളം, ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച വള്ളം, അങ്ങനെ കുറേ റെക്കോർഡുകളുള്ള നീളം ഈ ഒരു കൃത്യം ഏകദേശം നീളം അങ്ങനെ നമുക്ക് പാടാണ് പറയാൻ. അങ്ങനെ അളവുണ്ട്, അല്ല എന്നാലും ഓർമ്മയില്ല. എത്ര പേർക്ക് ഇരുന്ന് തുഴയാന്നുള്ളത് 84 പേർക്ക് ഇരിക്കാൻ നമുക്ക്. 84 പേര്. അതിന് ഫ്രണ്ടിലോട്ട് 27 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി ഇങ്ങോട്ട് മൊത്തം 84 പേര്. പിന്നെ അതിൽ 5 താളക്കാര് അല്ലെങ്കിൽ 7 താളക്കാര്, 100 പേര് വെള്ളൊരു വള്ളത്തിൽ 5 പങ്കായ, ഒരു 95 പേരോളം ഇരിക്കാം. അപ്പൊ ഈ ഒരു മത്സരം വരുമ്പം ഇങ്ങനെ ആൾക്കാർ കൂടാൻ പാടില്ല, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മത്സരം മാക്സിമം വള്ളത്തിൽ വെയിറ്റ് കുറച്ച് കളിക്കുക. അതായത് വള്ളം പൊങ്ങി കിടക്കുമ്പോഴാണ് എപ്പോഴും നീന്തുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്കെൽറ്റായിട്ടുള്ള സ്റ്റാമിന, മെയിനായിട്ട് നീന്തൽ അറിയണം, സ്റ്റാമിന ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇതൊക്കെ പിന്നെ നമുക്കൊരു ബാലൻസിന് വേണ്ടി വെച്ച് കിട്ടുന്നത്, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. ഇതിന് അപ്പം ഇടിപ്പല അവിടെ താളം കൊടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇത് വങ്ക്, ഇതിന് വില്ലെന്ന് പറയും, ഇത് ആളോടിപ്പടി, ഇത് പടി, പിന്നെ അവിടെ ഒരു മണിക്കാലെന്ന് പറയും. അത് ആ വള്ളത്തിന്റെ പലകേനൊക്കെ ഒരു എല്ലാ സ്ഥലത്തുനിന്നും വരുന്ന പലകയ്ക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി. ഇതിലാണ് വള്ളം ടൈറ്റായി നിൽക്കുന്നത്, വില്ലെന്ന് പറഞ്ഞ സാധനത്തില്. ഇതിനെന്തെങ്കിലും അയവ് വന്നും വരുമ്പോഴാണ് വള്ളം വീണം എന്നൊക്കെ ഈ പറയും. വള്ളത്തിന്റെ പവർ എന്ന് വെച്ചാൽ ഈ ബാക്കിലോട്ട് പോകുന്നവരാണ് നല്ല ഇതെന്തുമാത്രം മുറുകിയിരിക്കുന്നു അത്രയും വള്ളം ബലമുള്ളവനാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ വള്ളത്തിൽ വീണം എന്നൊക്കെ അല്ലെങ്കിൽ അയവ് വന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ ഓരോ വർഷം തോറും ഈ വള്ളത്തിനുള്ള അങ്ങനെ എന്തെങ്കിലും വല്ല മെയിൻ്റെനൻസ് പണി അങ്ങനെ എന്തെങ്കിലും ശരിക്കും ഈ വള്ളം 2015 ഇറക്കിയിട്ട് ഇതുവരെ മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. അത്രയും പവർഫുൾ ആയിട്ടൊരു വള്ളമായത്. ഏകദേശം ഒരു 8-9 വർഷമായിട്ട് അന്ന് ഇറങ്ങിയത് എങ്ങനെയാണോ അത് കണക്ക് തന്നെ എപ്പോഴും കിടക്കുന്നത്. ഈ ഇടയ്ക്ക് മാത്രം ചെറുതായിട്ട് 1-2 ഭാഗം നമ്മൾ അഴിച്ചു നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. ആ അഴിച്ചതിന്റെ ഇതിൽ പുതിയ തടി കയറ്റി. അപ്പം ഈ വള്ളത്തിന്റെ ബാക്കിയുള്ള എത്ര വട്ടം കപ്പ് ഇട്ടിട്ടുണ്ട്? ഈ വള്ളം 2015 ഇറങ്ങുന്നത്. ആ വർഷം തന്നെയാണ് തോന്നുന്നു മാന്നാർ വള്ളംകളിയിൽ, അവിടെയാണ് ആദ്യമായിട്ട് ജയിക്കുന്നത്. അവിടെ തന്നെ 4 കപ്പ്, അവിടെ തന്നെ ഹാട്രിക്കിൽ ഇവിടെ അടുപ്പിച്ച് 4 കപ്പ് അടിച്ചു അവിടെ. പിന്നെ താഴത്തങ്ങാടി സെയിം തന്നെ 3-4 കപ്പ് അവിടെയും ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. പിന്നെ 2019 ഏറ്റവും റെക്കോർഡ്. അതായത് നമ്മുടെ കൂടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് കളിച്ചത്. അപ്പൊ അവരുടെ കൈക്കരുത്ത് നമ്മുടെ വള്ളത്തിന്റെ ആ ഇതും കൊണ്ട് ആ വർഷത്തെ CBL എന്ന് പറഞ്ഞില്ലേ, CBL കളി 12 കളിയാണ്. ആ 12-ലും 11 കളി നമ്മൾ കപ്പടിച്ചു. പിന്നെ ഇവിടെ മൂലം വള്ളങ്ങളിലേക്കും കപ്പടിച്ചു. അങ്ങനെ മൊത്തം ആ വർഷം 13 റെക്കോർഡുള്ള വള്ളമാണ്. ഇന്ന് സോഷ്യൽ മീഡിയകളിലെല്ലാം തരംഗം എനിക്കുന്ന വള്ളമാണ്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടൊരു വള്ളങ്ങളില് മുൻപന്തിയിലാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല, വള്ളങ്ങളില് ഇപ്പം ഇതിനു മുമ്പ് വള്ളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വള്ളത്തിന് ശേഷം ഒരു വള്ളം കാരിച്ചാലുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഇത് പണിതിറങ്ങിയതിന് ശേഷം ഇപ്പോഴും ചെറുക്കുന്ന പണിതതിന് ശേഷം ഇപ്പൊ ഒരുപാട് വള്ളങ്ങൾ അപ്പൊ അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് നടുഭാഗം കണക്കൊരു വള്ളം വെച്ച് തരണമെന്നാണ്. ഇത് പണിത് അതേ സെയിം തച്ചനോട് പറയുന്നത്. അപ്പൊ ആ ഒരു ഡെമോ ആണ് അവര് കീപ്പ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഉത്സവത്തിനും എന്തുകൊണ്ടും നിങ്ങൾക്ക് അമിതമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നടക്കാൻ പോകുന്ന കളിയാണ്. അപ്പം ആവേശം ഭയങ്കരമാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നാം പങ്കായം പുള്ളിയാണ് മെയിൻ പങ്കായം. പിന്നെ അവിടുന്ന് 2, 3, 4, 5 അങ്ങനെ 5 പങ്കായക്കാർ ഇവിടെ വള്ളം നിയന്ത്രിക്കാനാണ്. ആ നിയന്ത്രിക്കുന്നതിനൊപ്പം പെട്ടയ്ക്ക് മത്സരത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സ്പീഡ് കൂട്ടുമെന്ന് നോക്കുമ്പോൾ ഇവർ 5 പേരും എറിയും. അപ്പൊ 5 പേര് എറിയുമ്പം ചിലപ്പം 10 പേരുടെ തുഴയ്ക്കുന്ന പവറാണ് ഈ 5 പങ്കായക്കാർക്ക് കിട്ടുന്നത്. അങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടും. അങ്ങനെ ഇപ്പോഴത്തെ വള്ളങ്ങളിലേക്ക് ടൈം ഇത്ര വള്ളങ്ങൾ ഉള്ളത് കൊണ്ട് ഈ 4 പേരെ ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുന്ന ടൈമിന്റെ അടിസ്ഥാനത്തില്ല. അത് മൈക്രോ സെക്കൻഡുകളുടെ ചെറിയൊരു ആ ഒരു ഇതിലാണ്. അതിനെല്ലാം സമയത്തിന് വലിയൊരു പ്രാധാന്യം ഇപ്പൊ വള്ളങ്ങളിലുണ്ട്. അപ്പൊ ഈ ഒരു വള്ളം പണി ചെയ്തിറക്കാൻ വേണ്ടി എത്ര ലക്ഷമായിരിക്കും ഇതിന്റെ ഒരു ചെലവും കാര്യങ്ങളും? നമുക്ക് അന്നത്തെ കോസ്റ്റ് വെച്ച് 40 ലക്ഷം രൂപ, 40, 45, 50 ലക്ഷം രൂപ അടുത്ത് 15. മെയിനായിട്ട് തടിക്കാണ്, മോഹവലയാണ്. ആഞ്ഞിലിത്തടിയാണെന്ന് പറഞ്ഞാലും കിഴക്കൻ നാട്ടിലെ പാറപ്പുറത്തൊക്കെ നിൽക്കുന്നത് നമ്മൾ വെള്ള എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഇവിടെ വെള്ളം എന്നുവെച്ചാല് ഒരു ചിലപ്പോ ഒരു 100-150 വർഷം പഴക്കമുള്ള തടികളായിരിക്കും ചിലപ്പോൾ. അത് ആ തടി എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ ഗുണം എങ്ങനെ ഇരിക്കുന്നു, അതാണ് വള്ളത്തിന്റെ പെർഫോമൻസ് ആയിട്ട് കിട്ടുന്നത്. ഏകദേശം 800 കുബിക്കടി തടിയാണ് വള്ളത്തെ കയറുന്നതാണ് തച്ചന്മാർ പറയുന്നത്. പിന്നെ ഒരു 1000-1300 തച്ചൊക്കെയാണ് ഇപ്പൊ വള്ളങ്ങൾക്ക് പണിയാൻ തച്ചന്മാർക്ക് വരുന്നത്. അപ്പം
ഇതിപ്പോ നടുഭാഗം വള്ളം. ഇതില് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു 400-450 പേര് ഷെയർ ഇട്ടെടുത്തിരിക്കുന്നത്. അതിനകത്ത് പല ഷെയറുകളുണ്ട്. 5000 തൊട്ട് 1,00,000 രൂപ അതിന് മേളിലോട്ട് ഷെയറുകളുണ്ട്. അപ്പം നടുഭാഗം ബോട്ട് ക്ലബിന്റെ പേരിലാണ് ഇപ്പം ചുണ്ടൻ വള്ളത്തിന്റെ 1927 ഈ ഒരു ക്ലബ്ബ് രൂപീകരിച്ചത്. അന്നാണ് ആദ്യമായിട്ട് ഈ കരയിൽ ഒരു വള്ളം വരുന്നത് അന്ന് തന്നെയാണ്, ആ വർഷമാണ്. അത് നടുഭാഗം ബോട്ട് ക്ലബ്ബാണ് ഇതിന്റെ ഓണർഷിപ്പ്. പിന്നെ അവർക്കൊപ്പം നടുഭാഗം ചുണ്ടൻ ഫാൻസ് ക്ലബ് എന്നും പറഞ്ഞ ഒരു സംഘടന കൂടിയുണ്ട്. അത് ഏകദേശം 2016 രൂപപ്പെട്ട. അന്നൊരു 8 പേരെ തുടങ്ങിയതാണ്. അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് തുടങ്ങിയ ഒരു സംഘടനയാണ്. ഇപ്പൊ 100 പേരോളം ഉണ്ട് അതിനകത്ത്. നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ടുള്ളവരാണ് ഇപ്പൊ അതിനകത്ത് സഹകരിക്കുന്നതും കയ്യിൽ നിന്ന് കാശിട്ടും എങ്ങനെയൊക്കെ ഫണ്ട് രൂപീകരിക്കുകയോ. ഇപ്പോഴത്തെ ചെലവ് അതാണ്. ഒരാളുടെ കൂലി വള്ളത്തിന് നമുക്ക് വള്ളത്തിന് റെന്റ് ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, കളിയുടെ ശൈലി മാറി. ഇതിപ്പോ ക്ലബ്ബുകൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലായത് ഇതൊരു എന്താ പറയാ, നമുക്കൊരു പൈസ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് അങ്ങനല്ല, എല്ലാരും ഒരു ആവശ്യമില്ല ഈ കൈക്കരത്തിന്റെ വില. കാര്യം ഒരു വർഷത്തോളം ഇത്രയും കാത്തിരുന്ന് ഇത്രയും പേര് നമ്മളിപ്പോ 2-3 മാസത്തോളം ഈ ഒരു ജോലി എടുപ്പിച്ചെന്ന് വെച്ചാൽ ഈ ഒരു വള്ളത്തിന്റെ പാറ്റേജ് എടുപ്പിച്ച് ഈ ഒരു ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയൊരു ആവശ്യം. ആ ഭാഗത്ത് പലക വെക്കും. ആ ഭാഗത്ത് പലക വെച്ചിട്ട് അവിടെ 2 സൈഡിലും പലക വെച്ചിട്ട് അതിനകത്ത് ചെളിയും ഇതൊക്കെ ഇട്ട് നിറയ്ക്കും, ഫില്ല് ചെയ്യും. എന്നിട്ട് മോട്ടർ അടിച്ചിട്ട് ഇതിനകത്ത് വെള്ളം വറ്റിച്ച് കളയുന്ന ഒരു സിസ്റ്റം. അപ്പൊ വെള്ളം വെക്കുന്നത് പടുതടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നീളത്തില് കേരളത്തിനടി കിടക്കുവാണ്. ആ പടുതടിയിലാണ് വെള്ളം വെക്കുന്നത്. അപ്പൊ ഏകദേശം ഒരാൾ താഴ്ചയുണ്ട് ഇവിടെ. ആ ഒരാൾ നമ്മൾ ഇറങ്ങിയത് നമ്മുടെ തലയ്ക്ക് മേളിലാണ് ഇപ്പൊ വെള്ളം ഇരിക്കുന്നത്. ഈ ഡോക്കിൽ വെക്കുമ്പോൾ ഈ ഹൈറ്റിൽ വെള്ളം ഇരിക്കുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഹൈറ്റ് പറയാൻ പറ്റുന്നത് ഈ ഒരു മട്ടം വെള്ളമായിട്ടാണല്ലേ. ഇത് ശരിക്കും പക്ഷെ വെള്ളം വെക്കുന്നത് ഈ ഹൈറ്റിലാണ്. ഈ ഹൈറ്റിലെ വെള്ളം വെക്കുന്നത്. അതായത് പടുതടി എന്ന് പറഞ്ഞ സംഭവം വെച്ചിട്ട് അവിടെ ഒരു ഇത് കണ്ടോ, കട്ടിങ് കണ്ടോ, അവിടെ പടുതടി വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്കാണ് വെള്ളം വെക്കുന്നത്. പിന്നെ അമരവും അണിയവും വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ കുത്തുകാലം ഇങ്ങനെ കൊടുക്കും. ഇത് എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഇതിനകത്ത് വെള്ളം കാണത്തില്ല. നമ്മൾ എന്ന് വെള്ളത്തിൽ ഇറക്കുന്നു ആ സമയത്ത് ഇതിനകത്ത് വെള്ളം അല്ലെങ്കിൽ തടി വെള്ളം കുടിച്ചിട്ട് തടിക്ക് കേടുവരും. വള്ളങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതായത് ആ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി അതാണ് വിജയത്തിൽ. ഈ പറഞ്ഞ മൈക്രോ സെക്കൻഡിന്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിൽ വിജയിക്കാൻ വരുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ വള്ളം ഇനി അടുത്ത ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുകയാണ്. അപ്പം എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് ഇതിൽ തന്നെ ഫുൾ ഫസ്റ്റ് കിട്ടിട്ട് ജയിക്കട്ടെ, 1ാം സമ്മാനം അടിക്കട്ടെ എന്ന് ആശംസിക്കണം. ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇതിന്റെ ഒരുക്കങ്ങൾ? ഇപ്പം ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ വള്ളം ഇറക്കിയിട്ടിരിക്കുകയാണ്. നാളത്തെ പരിശീലനത്തിന് വേണ്ടി 2 ദിവസം നമുക്ക് പരിശീലനമുണ്ട്. ആ പരിശീലനത്തിന് വേണ്ടി നമ്മളിപ്പോൾ വള്ളം ഇറക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് മെയിൻ കളി വരുന്നത്, മത്സരം കളി വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇറക്കിയിട്ടിരിക്കുക. അപ്പോൾ നാളെ വന്ന് ടീം ഫുള്ള് ഇവിടെ വന്ന് വള്ളത്തെ കയറി ഈ ആറ്റിൽ പരിശീലനം നടത്തി നമ്മൾ അവിടെ ഒരു പള്ളിയുടെ ഹാളിലാണ് സ്റ്റേ ചെയ്യുന്നത്. എല്ലാവരും കൂടി സ്റ്റേ ചെയ്ത് താമസിക്കും. അപ്പൊ അന്നത്തെ ദിവസം അവിടെ തന്നെ ആയിരിക്കും പരിശീലന സമയം അവിടെ തന്നെ. അല്ലാതെ വീട്ടിലൊന്നും പോകത്തില്ല. ഇപ്പം ഈ കളിക്കായതുകൊണ്ടാണ് 2 ദിവസത്തെ നെഹ്റു ട്രോഫി പോലുള്ള വലിയ മെയിൻ കളികൾക്കെല്ലാം 10-20 ദിവസത്തെ ക്യാമ്പും 1 മാസത്തെ ക്യാമ്പും അതിന് മുന്നേ ഒക്കെ ഒരുപാട് ക്യാമ്പൊക്കെ ഇട്ട് കളിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മത്സരം ഇപ്പൊ അവര് അഡിക്റ്റ് ആണ്. ഇപ്പൊ വള്ളംകളി ബോട്ട് റേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റ് ആണ്. ഈ മലപ്പുറംകാർക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന പോലെ കുട്ടനാട്ടുകാരുടെ ഒരു മെയിൻ ഒരു ആഘോഷം മാത്രമല്ല, നിങ്ങളെ ഒരു ദേശീയ ഉത്സവം തന്നെ. ഓരോ ദേശത്തിന്റെ അതനുസരിച്ചുള്ള ആഘോഷങ്ങൾ.